ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നിപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ ദോഹയിൽ. ഞാനിപ്പോൾ ഏകദേശം 11:30 രാത്രിയായി, ഉറങ്ങണം. അപ്പോഴാണ് ഞാൻ ഈ കുറച്ച് യൂട്യൂബിലും ഒക്കെ കുറച്ച് വീഡിയോസൊക്കെ കാണുമായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്താ പറയുക, ടെക്നോളജി ഇപ്പോൾ ഒരുപാട് വളർന്നു. പക്ഷെ നമ്മൾ മലയാളികൾ ഈ ടെക്നോളജിയൊക്കെ എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളതിൽ റിസർച്ച് എടുത്തിരിക്കുന്ന ആളുകളാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ല വശങ്ങൾ ഉപയോഗിക്കാതെ അതിനെ കുറച്ച് ബാഡായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് വളരെ കൂടുതലാണ്. ഞാൻ ഈ വല്ലപ്പോഴൊക്കെ ഒരുപാട് വായിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആപ്ലിക്കേഷനാണ് കോറ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. സ്പെല്ലിങ് QUORA, കോറയാണ്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏത് ഭാഷ എടുത്ത് നോക്കിയാൽ, എസ്പെഷ്യലി ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് നല്ല ടെക്നിക്കലായിട്ടുള്ള അറിവുകളും അതുപോലെ തന്നെ കലാപരമായ അറിവുകളും എല്ലാം നമുക്ക് ഒരുപാട് അതിൽ നിന്ന് ആളുകൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അതിന് പ്രോപ്പറായിട്ടുള്ള ആൻസർ കൊടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ മലയാളം കുറയിലേക്ക് വന്നു കഴിഞ്ഞാൽ തികച്ചും എന്താ പറയുക, വളരെ മോശമായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഉദ്ദേശം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് ആളുകൾ അതിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നതെല്ലാം. മതം, രാഷ്ട്രീയം അതെല്ലാം കലർത്തി വിദ്വേഷമായ കമൻറ്റുകളും പരസ്പരം വിദ്വേഷം വാരിയെറിയുന്ന ഉത്തരങ്ങളും വാഗ്വാദങ്ങളൊക്കെ ആയിട്ട് വളരെ മോശമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ആ ഒരു അതിമനോഹരമായ, അത്രയ്ക്ക് സെറ്റപ്പുള്ള കോറ എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ വിക്കിപീഡിയ നോക്കാമെന്ന് ഓർത്തു. വിക്കിപീഡിയയിലും ഈ പറഞ്ഞതുപോലെ തന്നെ ആളുകൾ ശരിക്കും അതൊക്കെ ക്രിയേറ്റ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അറിവുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഉള്ളത്, അല്ലേ? അപ്പോൾ അതിൽ ചെന്നിട്ട് അവിടെയും ഇതുപോലെ തന്നെ യാതൊരു ആവശ്യമില്ലാത്ത കുറേ ചോദ്യങ്ങളും അതുപോലെ തന്നെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് അറിവുകളെ വളച്ചൊടിക്കുന്ന രീതിയിലൊക്കെയാണ് വിക്കിപീഡിയയിലും എല്ലാം ചെയ്തിരിക്കുന്നത്. അത് മലയാള ഭാഷയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ. അതുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗം വളരെ പക്വതയില്ലാത്ത രീതിയിലാണ്, ഒട്ടും പക്വതയില്ലാത്ത രീതിയിലാണ് നമ്മൾ മലയാളികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. നമ്മുടെയൊക്കെ കുട്ടികൾ കാണുമെന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാത്ത രീതിയിലേക്കാണ് പോകുന്നത്. മറ്റൊരു ഭാഷയിൽ ഇത്രയും കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോൾ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ കാണുമ്പോൾ. ഈ കോറ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ടാബിലാണ് അത് ഇട്ടിട്ടുള്ളൂ, മൊബൈലിൽ ഇട്ടിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ ആപ്ലിക്കേഷൻ നിങ്ങളെ കാണിച്ചു തരാം. കോറ എന്ന പ്ലാറ്റ്ഫോം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദ്യോത്തര പങ്ക്തികളാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കാം. അതിനെപ്പറ്റി ആ ഒരു വിഷയത്തെപ്പറ്റി അറിവുള്ള ആളുകൾ അതിനെപ്പറ്റി വളരെ വിശദമായ റിപ്ലൈ തരും. ഞാൻ പലപ്പോഴും ഈ വണ്ടികളെ പറ്റിയൊക്കെ പഠിക്കാനും അല്ലെങ്കിൽ ടെക്നോളജിയെ പറ്റിയൊക്കെ പഠിക്കാനും അത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ മലയാള ഭാഷയിൽ പറ്റില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ വളരെ മോശമായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്നാണ് നമ്മളൊക്കെ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആവുക? വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ഭാഷയിൽ ആ ഒരു ഇനി വളർന്നു വരുന്നൊരു തലമുറ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെ എഴുതി ഇടാനായിട്ട് നമുക്ക് എന്തായാലും ശ്രദ്ധിക്കാം. ഞാനും കോറയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട് കേട്ടോ. ഈവൻ ഓട്ടോമൊബൈൽ സംബന്ധമായിട്ടും വണ്ടികളുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ എഴുതാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ പറഞ്ഞാണ്, എന്തും നമ്മുടെ മലയാളികൾ വളരെ മോശമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ AI ഫീച്ചേഴ്സ് വന്നു. AIയിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ യൂട്യൂബിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, വളരെ മോശമായിട്ടുള്ള രീതിയിൽ ദ്വയാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോസ് ഒരുപാട് ക്രിയേറ്റ് ചെയ്തിടുന്നുണ്ട്. ഇതാരാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ശരിക്കും AI ടെക്നോളജി നമുക്ക് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ, എക്സാമ്പിൾ പറയാം, നമ്മളിപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഗിയർ ബോക്സിൻ്റെ പ്രവർത്തനത്തെ പറ്റി വിശദീകരിക്കുകയാണ്. നമുക്ക് ആ ഒരു ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് അത് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കില്ല. ആ ഒരു സമയത്ത് ഈ ഒരു AI വീഡിയോ ക്രിയേഷൻ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കാം.
പക്ഷേ നമ്മുടെ നാട്ടിൽ അതാണ് നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ സ്ത്രീകളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് അത് വൾഗറായിട്ട് ചിത്രീകരിച്ച് പല രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ടെക്നോളജി നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അതുപോലെ സോഷ്യൽ മീഡിയ ആയാലും ഒരു പക്വതയുള്ളൊരു സമൂഹത്തിലല്ല സോഷ്യൽ മീഡിയയുടെ ഉപയോഗമെങ്കിൽ അത് വളരെ മോശമായിട്ട് തീരും. അപ്പോൾ എന്തായാലും ചിന്തിക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഗുഡ് നൈറ്റ്.